അതിന് ഒരു മറുപടി പ്ലീസ്. ഒറ്റ മറുപടി അതിന് പറയാനുണ്ട്. നിങ്ങൾ ഈ കഴിഞ്ഞ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ ആൺകുട്ടികൾ ഭരണത്തിൽ വരുന്ന ഭയന്നുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് കടന്നു വന്ന ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ ആ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് പാലായനം ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടോ? ശരി. ഞാൻ പറയുന്നത് 4 മാസം മുമ്പ് റജി ലൂക്കോസ്, താങ്കൾ പറയാൻ ആ പാർട്ടിയുടെ നിലപാട് പറയാൻ താങ്കൾ ബാധ്യസ്ഥമാണ്. പക്ഷെ 4 മാസം മുമ്പ് വരെ ഇതിന് നേരെ കടകവിരുദ്ധം പറഞ്ഞ താങ്കൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് ഞാൻ എന്റെ വിസ്മയം പങ്കുവെക്കുകയാണ്. ഞാൻ അങ്ങനെ എത്താം. ഷാഫി ചാലിം, ഇത് നിയമസഭയിൽ BJPക്ക് 3 അംഗങ്ങളുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ രാത്രി പകൽ എന്ന മട്ടിൽ നിലപാട് മാറ്റം എന്നെ വിസ്മയിപ്പിക്കുന്ന വ്യക്തിപരമായി ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ താങ്കളോട് വ്യക്തിപരമായി സൗഹൃദം പുലർത്തുന്ന ആളാണ്. നമ്മുടെ വേദനകളൊക്കെ ഞാൻ പങ്കുവച്ചിരുന്ന ആളാണ്. ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞാണെന്ന് കൂട്ടിക്കോ. ശരി, അങ്ങനെ കത്താം. അല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകർ മാറുന്നില്ലേ? ഓക്കെ, ആശയപരമായി ഭിന്നിപ്പുണ്ടാകുമ്പോൾ സ്വാതന്ത്ര്യം, മാധ്യമപ്രവർത്തകർ ചാനൽ മാറും പോലെയാണോ റജി ലൂക്കോസ്? ആശയത്തിൽ മാധ്യമപ്രവർത്തകർ ചാനൽ മാറും പോലെയാണോ റജി ലൂക്കോസ്? ഒരാശയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഇരുട്ടി വെളുക്കുമ്പോഴേക്കും വേറൊരു നേരെ ഓപ്പോസിറ്റ് ആശയത്തിലേക്ക് പോകുന്നു. എനിക്കറിയില്ല, പോട്ടെ, അത് വിട്ടേക്കാതെ. അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. അത് ആഷ്മിയുടെ വികലമായ ചിന്തയാണ്. താങ്കളാ പറഞ്ഞേ ഒരു ആശയം തെറ്റാണെന്ന് തോന്നിയാൽ തെറ്റിലോട് ഞാൻ തന്നെ പറഞ്ഞത്. ചാനലിനോട് തൊഴിലിടമാണ്. ഒരു ചാനലിൽ നിന്ന് വേറൊരു ചാനലിലേക്ക് മാറുന്ന തൊഴിലിടത്തിൽ എന്താണ് ബെറ്റർ ശമ്പളം കിട്ടുന്നതും ബെറ്റർ തൊഴിൽ സാഹചര്യം ഉണ്ടാകുന്നതൊക്കെ ഘടകമാണ്. അതുപോലെയാണോ? അതുപോലെ കേവലം ആവശ്യം മാത്രമാണോ, അല്ലെങ്കിൽ കേവലം അരിപ്രശ്നം മാത്രമാണോ ഈ പറയുന്ന ആശയങ്ങൾ, പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ? പോട്ടെ, വിട്ടേക്ക്, നമ്മുടെ വിഷയം അതല്ല. ഷാഫി ചാലിം, ഇവിടെ നിയമസഭയിൽ BJPക്ക് 3 അംഗങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറയുന്നില്ല, ആഷ്മിയുടെ ചാനലിൽ തന്നെ ഒരു ഉദാഹരണമുണ്ട്. ഓക്കെ, പൊട്ടുവിട്ടേക്ക്. പറയുന്നില്ല, കാരണം എനിക്കത് പറയുന്നതിനുള്ള ബുദ്ധിമുട്ട്. എനിക്ക് മടിയൊന്നുമില്ല. പക്ഷേ ആശയം പണയം വെച്ചിട്ട് ചാനൽ മാറി മറ്റൊന്നിലേക്ക് വാക്കുകൾ പ്രയോഗിക്കുന്നവരെ വേണമെങ്കിൽ 3-4 പേരെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അതുകൊണ്ടൊന്നും പറയേണ്ട കാര്യമില്ല. തെറ്റായ വാദത്തിലൂടെയാണ് താൻ സഞ്ചരിക്കുന്നത് ബോധ്യമായി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും കടകവിരുദ്ധമായി അടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോകുന്നതിനും ഒരു ചാനലിൽ നിന്നും അടുത്ത ചാനലിലേക്ക് പോകുന്നതിനെയും സമീകരിക്കല്ലേ? അത് ബാലിശമാണ്. വിട്ടേക്ക്, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് വിട്ടേക്കത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.